നമസ്കാരം. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിർണ്ണയ അധികാരം എണ്ണ കമ്പനികളെ ഏൽപ്പിച്ചത്. പിന്നീട് എപ്പോഴൊക്കെ എണ്ണയുടെ ഇന്ധനത്തിൻ്റെ വില വർദ്ധിച്ചാലും അപ്പോഴെല്ലാം എണ്ണ കമ്പനികളുടെ മേൽ പഴിചാരി ഭരണകൂടം അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലാവധിക്ക് ശേഷം NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഇതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രാജ്യത്ത് എപ്പോഴൊക്കെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുവോ അപ്പോഴെല്ലാം ഇന്ധനവില കുറയും. ഇപ്പോഴിതാ ഇന്ധനവില, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 2 രൂപ കുറഞ്ഞിരിക്കുകയാണ്. അതാകട്ടെ 2 വർഷത്തിന് ശേഷവുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇത്തരം മാന്ത്രിക സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പരിശോധിക്കാം പ്രധാന തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമേകാൻ പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. പത്തനംതിട്ടയിൽ പൊതുസമ്മേളനം. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. ദേശീയ തലത്തിൽ BJP 411 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തും. ഇന്ത്യ മുന്നണി 105 സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർക്ക് ലഭിക്കുക 27 സീറ്റുകളായിരിക്കും. NDA വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തുടരുമെന്ന ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. മുന്നണി 400 സീറ്റ് മറികടക്കും. മോദി ജനപ്രിയനെന്നും സർവേ ഫലം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന രീതി ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതിയിൽ. സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കരുത് എന്ന് ആവശ്യം. 2023 സുപ്രീം കോടതി വിധിയുടെ ലംഘനമെന്നും ആരോപണം. ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച സംഭാവനയിൽ പകുതിയും BJPക്ക്, രണ്ടാമത് തൃണമൂലും മൂന്നാമത് കോൺഗ്രസും. കൂടുതൽ പണം നൽകിയത് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയെന്നും കണക്കുകൾ. CPIM-ഉം CPI-യും സംഭാവന വാങ്ങിയില്ല. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ സമാപനം. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ കോൺഗ്രസിനെ വിമർശിച്ച സമസ്ത മുഖപത്രം. നേതാക്കൾ നിർലജ്ജം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നു. വർഗീയതയുടെയും വംശീയതയുടെയും വൈറസുകളായിരുന്നു ഉള്ളിൽ വളർത്തിയിരുന്നത് എന്നും സുപ്രഭാതം. പുതുക്കിയ ഇന്ധനവില പ്രാബല്യത്തിൽ. പെട്രോളിനും ഡീസലിനും കുറച്ചത് 2 രൂപ വീതം. കൊടുംചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാടും പുനലൂരും ഉയർന്ന താപനില. ദുസ്സഹമായി ജനജീവിതം. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ നടപടികൾ ആരംഭിച്ച വനം വകുപ്പ്. കുളങ്ങൾ നിർമ്മിച്ചും ഫലവൃക്ഷത്തൈകൾ നട്ടും പ്രതിരോധം. സോളാർ വേലികളും ട്രഞ്ചുകളും സ്ഥാപിക്കും. കേരള സർവകലാശാല കലോത്സവത്തിന്റെ തുടർ നടത്തിപ്പിൽ തീരുമാനം ഇന്ന്. സിൻഡിക്കേറ്റ് യോഗം ചേരും. നൃത്താധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ. വാർത്താരംഭം ആരംഭിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. നമുക്കറിയാം, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ കേരളത്തിൽ ഈ അടുത്ത സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ എത്തുകയാണ്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മോദി തുടക്കം കുറിക്കും. പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി. അടുത്ത ചൊവ്വാഴ്ച നരേന്ദ്രമോദി പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്.
നേരത്തെ മാർച്ച് 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും എത്തും എന്നാണ് അറിയിച്ചിരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ ഘട്ടത്തിൽ ചേരുന്നത് ശ്രീജിത്ത് ആണ്. ശ്രീജിത്ത്, പ്രധാനമന്ത്രി എത്തുന്നതോടെ NDA ക്യാമ്പ് ഉണരുകയാണ്. പ്രത്യേകിച്ച് വിജയം ലക്ഷ്യം വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വരവ് എത്രത്തോളം ആവേശമാണ് അണികൾക്ക് നൽകുന്നത്? അഭിലാഷ, തീർച്ചയായും BJP വിജയം വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പത്തനംതിട്ട. അങ്ങനെ ഒരു മണ്ഡലത്തിൽ പല പരിമിതികളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ആളല്ല സ്ഥാനാർത്ഥിയായത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ പരിമിതികളെല്ലാം മറികടക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നു. പത്തനംതിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അവർ കാണുകയും ചെയ്യുന്നു. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ ആളുകളെ കടത്തിവിടാൻ തുടങ്ങിയിട്ടില്ല. ഉദ്യോഗസ്ഥരും മറ്റും എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ്. നേരത്തെ 12 മണിയോടുകൂടി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അത് പിന്നെയും വൈകും. ഏതാണ്ട് 1 മണിക്ക് ശേഷം മാത്രമേ ഈ വേദിയിലേക്ക് എത്തിച്ചേരൂ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഇവിടേക്ക് ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ ആളുകളുണ്ട്. ചേട്ടാ, പ്രധാനമന്ത്രിയെ കാണാമെന്നാണോ അതോ വെറുതെ പരിപാടി? ഇവിടെയുണ്ട്, പലരും ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ പരിപാടി പങ്കെടുക്കാമെന്നാണോ? അല്ലല്ല, വെറുതെ നോക്ക്. ആയിട്ട് ഈ അഭിലാഷ്, ഇവിടേക്കുള്ള ആളുകളെയൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ ഒരു എൻട്രൻസ് വഴി വേണം ആളുകൾ ഇനി കടന്ന് പോകാൻ. നേതാക്കളും മറ്റുമൊക്കെ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ട്. നമുക്ക് ശശിനാരായണൻ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഒരല്പം വൈകും അല്ലേ? 12 എന്നുള്ളത് 1 മണി കഴിയും. ഇന്നലെ ഒരു 11 മണിയോടുകൂടി അദ്ദേഹം പ്രമാണം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. അതിനുശേഷം റോഡ് മാർഗം ഈ സമ്മേളനം നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ആ പരിപാടിക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു 1 മണിയോടൊക്കെ ആവുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് വരും. എന്തായാലും ഈ മറ്റ് മണ്ഡലങ്ങളിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള പത്തനംതിട്ട മണ്ഡലവും ഒപ്പം മാവേലിക്കര മണ്ഡലവും മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രവർത്തകരടക്കം ഈ സമ്മേളനത്തിൽ എത്തിച്ചേരുന്നത് വലിയ ഒരു വിജയ പ്രതീക്ഷയിലാണ് BJPയുടെ സ്ഥാനാർത്ഥി പ്രവർത്തകർ. സാധാരണ ഈ ഒരു 11 മണിയുടെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എത്തേണ്ടതാണ്. എനിക്കൊന്ന് പ്രവർത്തകർക്ക് നേരത്തെ തന്നെ അറിയിപ്പ് കിട്ടിയെന്ന് തോന്നല്ലേ? കുറച്ചുകൂടി വൈകിയേ വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സാധാരണ ബസ്സുകളൊന്നും വരാൻ തുടങ്ങിയില്ല. ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ആളുകളൊക്കെ വരേണ്ടതാണ്. അവരാരും വരാൻ തുടങ്ങിയില്ല. ഈ ഒരു സമയമാറ്റമായിരിക്കും ഒരു പ്രധാനം. കാരണം അവൻ മുൻകൂട്ടി അറിയിച്ചു കാണും. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രവർത്തകർ എത്താനുള്ള സമയം ആയി കാണും. ഇന്നലെ നേരത്തെ പറഞ്ഞൊരു 10-11 മണിയാകുമ്പോൾ എത്തുമെന്നാണ്. പക്ഷേ ഇന്ന് ഈ സമയത്തിലൊരു മാറ്റം വന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ക്രമീകരിച്ചായിരിക്കും ആൾക്കാർ അത് അറിയിച്ചിട്ടുണ്ട്, നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഉണ്ടായിട്ടുള്ള ആളുകളുടെ ഒരു വരവ്. ഇനി വാഹനങ്ങൾ വരണം, പാർക്ക് ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പ്രവർത്തകർ 1.5 ലക്ഷത്തോളം പേരുകൾ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാവേലിക്കര പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തകരും നേതാക്കന്മാരും അടക്കം പങ്കെടുക്കുന്നതാണ്. ഈ സാധാരണ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പലപ്പോഴും, ഈ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ പലപ്പോഴും കാണാറുള്ള ഒരു സൈഡിലാണ് പല വേദികളും ഉണ്ടാകാറുള്ളത്. പക്ഷേ പ്രധാനമന്ത്രിക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന വേദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയത്തിന്റെ ആ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്നു. അതിന് പുറത്തും വേദി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അത്രത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ശക്തി പ്രകടനത്തോടു കൂടി തുടങ്ങുക അല്ലേ പ്രചരണം? തീർച്ചയായിട്ടും. കാരണം ഒരു വലിയ BJP സംബന്ധിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് പത്തനംതിട്ട. അപ്പോൾ സ്വാഭാവികം ജയം മാത്രമാണ് അവരുടെ പ്രതീക്ഷ. അനിൽ ആന്റണിക്ക് വേണ്ട സപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിലുണ്ടായ ചില അവസരങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നേതൃത്വം തന്നെ ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി വിജയിക്കുക എന്ന് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അതിൻ്റെതായ എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയോടുകൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. ആ നേതൃത്വവും അതുപോലെ പ്രവർത്തകരൊക്കെ വളരെ ഈ ജയിക്കാനുള്ള സാഹചര്യത്തിലാണ്. പ്രചരണ പരിപാടികളും കൺവെൻഷനും ഒക്കെ വളരെ ആ ചിട്ടയോടുകൂടി നടത്തുന്ന സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി വരുന്നതോടുകൂടി തന്നെ വലിയ ആവേശത്തിലായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നേതൃത്വം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ അനിൽ ആന്റണി എന്ന അപരിചിതൻ മണ്ഡലത്തിൽ അത്ര പരിചിതം അല്ല എന്ന് PC ജോർജ് ഒക്കെ പറഞ്ഞ ഒരു പരിധിവരെ ശരിയായിരുന്നു. കാരണം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള ഒരാളല്ല. പക്ഷേ K സുരേന്ദ്രന് ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലം A ക്ലാസ് മണ്ഡലമാണ്. കുറച്ചുകൂടി 1 ലക്ഷം വോട്ടെങ്കിലും അധികമായി പിടിച്ചാൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ പരിമിതികളെ ഈ അനിൽ ആന്റണി എന്ന അപരിചിതനെ പ്രധാനമന്ത്രി തന്നെ പരിചയപ്പെടുത്തുന്നതോടുകൂടി ആ ഒരു പരിമിതിയിൽ നിന്ന് സംഘടനാ സംവിധാനം അടക്കം ശക്തമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ ശശി? എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? തീർച്ചയായും അത്ര തന്നെ. കാരണം അനിൽ ആന്റണി മണ്ഡലത്തിൽ പരിചയമല്ലാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ
നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എത്തുന്നതോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിൻ്റെയൊക്കെ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും ഇപ്പം മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അനിൽ ആന്റണിയെ കൃത്യമായി അറിയാം എന്ന് തന്നെ പറയാം. കാരണം ആദ്യഘട്ടത്തിൽ അത്തരം ഒരു ആശങ്ക പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ അനിൽ ആന്റണിയുടെ വലിയ അഡ്രസ് AK ആന്റണിയുടെ മകൻ എന്നുള്ള വലിയൊരു അഡ്രസ് ഉണ്ട്. ഒരു ദേശീയ BJPയുടെ ഒരു ദേശീയ സാധാരണ പല നേതാക്കളെയും പോലെയല്ല, ഇവിടെ ജനങ്ങൾക്കറിയാവുന്ന AK ആന്റണിയുടെ മകനാണ്. അല്ല, അതാണ് അദ്ദേഹം. പക്ഷേ BJPയുടെ ഒരു സ്ഥാനാർത്ഥികളൊക്കെ എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനം, സംഘടനാ പ്രവർത്തനത്തിലൂടെ അനിൽ ആന്റണിയെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളൊരു പ്രവർത്തനം കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അതിനുള്ള ക്രമീകരണമാണ് സത്യം പറഞ്ഞ BJP നടന്നത്. എന്തായാലും PC ജോർജ് അടക്കമുള്ള പിണങ്ങി നിന്ന PC ജോർജ് അടക്കമുള്ള ആളുകളെ ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടക്കം ആർക്കെങ്കിലും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് BJP നടത്തുന്നത്. എന്തായാലും അത്തരം ആദ്യഘട്ടത്തിലുണ്ട്, ഇപ്പോൾ അത്തരത്തിലൊന്നുമില്ല. സജീവമായി പ്രവർത്തനം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതല്ല BJP വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. പക്ഷേ വരുന്ന സുരേന്ദ്രൻ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് ആണ് ഒരു വലിയ പ്രതീക്ഷ. അതിന് മറികടക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഈ വരും ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ് അഭിലാഷ്. കഴിഞ്ഞ തവണത്തെ പോലെ അല്ല സാഹചര്യം. കഴിഞ്ഞ തവണത്തെ പ്രചരണ വിഷയങ്ങളല്ല ഇത്തവണ, പുതിയ സ്ഥാനാർത്ഥികളാണ്. അതെല്ലാം അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പത്തനംതിട്ടയിലുള്ളത്. എന്തായാലും തീർച്ചയായും പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് BJP ക്യാമ്പിന് വലിയ ആശ്വാസം നൽകുകയാണ്, ആവേശം നൽകുകയാണ്. അത് തുടക്കത്തിൽ തന്നെ എത്തുന്നു എന്നുള്ളത് എല്ലാ പരിമിതികളും BJP ക്യാമ്പ് NDA ക്യാമ്പിന് വലിയ ആവേശമാണ് നൽകുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ ന്യൂസ് 18 സമഗ്രമായ കവറേജ് ആണ് പത്തനംതിട്ടയിൽ നിന്ന് നൽകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ആണ് പത്തനംതിട്ടയിൽ ഉള്ളത്. രഞ്ജിത്ത്, നേരത്തെ ശ്രീജിത്ത് ആ മൈതാനത്ത് നിന്ന്, അതായത് പ്രധാനമന്ത്രി എത്തുന്ന മൈതാനത്തിന് സമീപത്ത് നിന്ന് നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടേക്ക് പ്രവർത്തകരൊക്കെ എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. സമയക്രമത്തിൽ ചെറിയ മാറ്റമുണ്ട് എന്നറിയുന്നു. അല്പം വൈകിയാണ് പ്രധാനമന്ത്രി എത്തുക എന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണോ ഈ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ആരംഭിക്കാത്തത്? രഞ്ജിത്ത് സ്പീക്കറിന് സമീപത്താണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ചോദ്യം കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. പത്തനംതിട്ടയിലാണ് നിന്ന് പ്രധാനമന്ത്രി എത്തുന്നത്. അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ആണ് പത്തനംതിട്ടയിൽ തുടക്കമാകുന്നത്. അതേസമയം കേരളത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിലെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. കൊച്ചിയിലും തൃശ്ശൂരിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടന്നിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലടക്കം പങ്കെടുത്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായി കേരളത്തിലേക്ക് എത്തുകയാണ്. അതും പത്തനംതിട്ടയിലേക്ക്. BJP ഫോക്കസ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണല്ലോ രഞ്ജിത്ത് പത്തനംതിട്ട. തീർച്ചയായും അതാണ് അതിന്റെ പ്രാധാന്യം. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിൽ ആദ്യം എത്തുന്ന മണ്ഡലം പത്തനംതിട്ടയാണ് എന്ന് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം. കാരണം അത്രത്തോളം പ്രാധാന്യം BJP പത്തനംതിട്ടയ്ക്ക് നൽകുന്നു എന്നുള്ളതാണ്. അനിൽ ആന്റണിയാണ് നമുക്കറിയാം ഇവിടെ സ്ഥാനാർത്ഥി. അനിൽ ആന്റണിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ തന്നെ BJPക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. കാര്യമായി തന്നെ അവർ ആ മണ്ഡലത്തെ പരിഗണിക്കുന്നു എന്ന ലക്ഷണമാണ്. കഴിഞ്ഞ തവണ 2,98,000 വോട്ട് K. സുരേന്ദ്രൻ നേടിയ ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് ഒരു 50,000 വോട്ടുകൾ കൂടി ലഭിച്ചാൽ ഒരു പക്ഷേ പത്തനംതിട്ടയിൽ ഒരു വിജയം എന്നുള്ളത് BJP അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അനിൽ ആന്റണിയെ പോലൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായും അത് ആ തരത്തിലുണ്ടാകും. കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ ഒരു കേന്ദ്രീകരണമുള്ള ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട. അവിടെ ഈ തരത്തിലുള്ള അനിൽ ആന്റണിയെ പോലെ ഒരാൾ വരുമ്പോൾ അത് ആ തരത്തിൽ ഗുണം ചെയ്യും. കാരണം കഴിഞ്ഞ തവണ ലഭിക്കാതിരുന്ന പല പോക്കറ്റുകളിലെയും വോട്ടുകൾ ഇത്തവണ വീഴും എന്ന ഒരു പ്രതീക്ഷ കൂടി സ്വാഭാവികമായും BJP
BJPക്ക് ഉണ്ടാകുന്നുണ്ട്. അത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തന്റെ ആദ്യ സന്ദർശനം, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനത്തിന് ഇവിടെ തെരഞ്ഞെടുത്തത് പത്തനംതിട്ട തെരഞ്ഞെടുത്തത്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. PC ജോർജ് അടക്കമുള്ള പ്രമുഖർ ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ ഉണ്ടാകും. K സുരേന്ദ്രൻ ഇതിനകം തന്നെ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട BJP നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കുറച്ച് കാര്യങ്ങൾ വൈകും എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നേരെ വന്നിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് ഒരു ചടങ്ങിന് വേണ്ടി പോകും. അതിനുശേഷമാകും തിരികെ എത്തുക. സ്വാഭാവികമായും ഒരു 1.5 മണിയെങ്കിലും ആകുമ്പോഴാണ് ഈ ചടങ്ങ് നടക്കുക എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും പ്രവർത്തകർ ഇതിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് കാണാം ഈ ബാഡ്ജുകളും ഒക്കെ ആയിട്ടാണ് പ്രവർത്തകർ. നരേന്ദ്രമോദി NDA പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പൊതുസമ്മേളനം 15 മാർച്ച് വോളണ്ടിയറാണ്. ഇങ്ങനെ വോളണ്ടിയേഴ്സായി ഒരുപാട് ആളുകൾ വലിയ ആവേശത്തിലാണല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര ആവശ്യത്തിലാണ്. എന്താ മോദി വരുമ്പോൾ ഒരു പ്രതീക്ഷ? മോദിയുടെ പ്രതീക്ഷ എന്താ? കേരളം നമ്മൾ പിടിക്കണമെന്നുള്ള ഇതാണ്. പത്തനംതിട്ടയും പിടിക്കും. പത്തനംതിട്ട എത്ര വോട്ട് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? പ്രതീക്ഷ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ തവണ സുരേന്ദ്രന്റെ ഒരു വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. K സുരേന്ദ്രന്റെ 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. അപ്പൊ അതിനപ്പുറത്തിന് വോട്ട് വാങ്ങണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനുള്ള പ്രവർത്തനത്തിലാണ്. എവിടുന്നാ വരുന്നത്? തന്നെയാ പത്തനംതിട്ട. സജികുമാർ. വിഷ്ണു സംഘടനാ ചുമതലയുള്ളവരാണോ? അതെ. BJPയുടെ ഒമലി പഞ്ചായത്തിന്റെ ചുമതലയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രവർത്തകർ ഇവിടെ വോളണ്ടിയേഴ്സിന്റെ പാസ് വിതരണം ചെയ്യണം. അതെ. എത്ര പേർക്ക് അങ്ങനെ വല്ല കണക്കുണ്ട്? നമ്മൾ 150 പേരാണ് വോളണ്ടിയേഴ്സ് ആയിട്ട് വരുന്നത്. അകത്തും അതേപോലെ തന്നെ ട്രാഫിക്, അതേപോലെ തന്നെ പാർക്കിംഗ്, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കായിട്ട് ഏകദേശം 150 വോളണ്ടിയേഴ്സിനെയാണ് ഒരുക്കിയിരിക്കുന്നത്. അവരെ നേരത്തെ തന്നെ തെരഞ്ഞെടുത്ത ആളുകളാണ്. അതെ, നേരത്തെ തന്നെ തെരഞ്ഞെടുത്തതാണ്. പാസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്താണ് അവർക്ക്. അതെ. അതെ, നിയന്ത്രിക്കുക. അതെ, തീർച്ചയായും. എങ്ങനെയാ ഒരു പ്രതീക്ഷ മോദി വരുമ്പോൾ? പത്തനംതിട്ടയാണ് ആദ്യം വരുന്നത്. അതെ. പത്തനംതിട്ട വളരെ ആവശ്യത്തിലാണ്. നമുക്ക് കാണാം, ജനങ്ങൾ തന്നെ ആവശ്യത്തിലാണ്. നമ്മൾ ഇങ്ങോട്ട് തന്നെ ആൾക്കാർ ജനങ്ങൾ വിളിച്ച് ചോദിച്ച് അറിഞ്ഞ് നമ്മൾ ബസ് വിട്ടു കൊടുക്കാതെ തന്നെ ആൾക്കാർ പരിപാടി കാണാനായി എത്തിച്ചേരുന്നു. ധാരാളം പേര് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ച്, അതും നിഷ്പക്ഷരായ ജനങ്ങളാണ് കൂടുതലും ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി. അതെ. പത്തനംതിട്ടയ്ക്ക് കിട്ടിയേക്കുന്നതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി. നമുക്ക് നിലവിലുള്ള 3 സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോഴും വിദ്യാഭ്യാസ യോഗ്യതയിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും ഒരു വിശ്വപൗരനെന്ന നിലയിൽ അനിൽ ആന്റണി വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പത്തനംതിട്ടയ്ക്ക്. വലിയ വിജയം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയൊരു വിജയമാണ് ഞങ്ങൾ അനിൽ ആന്റണിക്ക് പ്രതീക്ഷിക്കുന്നത്. അതാണ് പ്രവർത്തകരുടെ ആവേശം. ആ തരത്തിലാണ്. നമുക്ക് ശരണ്യ സ്നേഹിതൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. ശരണ്യ, ഈ നമ്മൾ രാവിലെ വന്നൊരു സീനല്ല ഇപ്പോൾ. ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ഈ പത്തനംതിട്ടയിൽ കാണുന്ന കാഴ്ചകൾ? അപ്പം സുരേന്ദ്രന്റെ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ അടുത്തൊരു ഹോട്ടലിലുണ്ട്. അല്പസമയത്തിനും കാണാമെന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ മത്സരിച്ചൊരു മണ്ഡലം കൂടിയാണിത്. ഇത്തവണ അല്ലാണ്ടി വരുമ്പോൾ എന്ത് മാറ്റം പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും BJP ഈ പ്രചാരണ പരിപാടികളുടെ തുടക്കം പത്തനംതിട്ടയിലാണ് എന്നുള്ളത് അത് പ്രധാനമന്ത്രി തന്നെ, അതായത് ഏറ്റവും വലിയ BJPയുടെ ഒരു ഐക്കൺ ആണല്ലോ പ്രധാനമന്ത്രി. അപ്പം പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ അവർ അത്ര പ്രാധാന്യം ഈ മണ്ഡലത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ അത് വളരെ ചെറിയ മാർജിനിലാണ് പരാജയത്തിലേക്കൊക്കെ പോയത്. ആ നിലയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിത്വം അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം. പ്രത്യേകിച്ച് നമുക്കറിയാം നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളം സൗത്തിൽ തന്നെ കേരളം വളരെയധികം പ്രാധാന്യത്തോടെ നോക്കുന്നു എന്നുള്ളതാണ്. അതാണ് രഞ്ജിത്ത് മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടി നമുക്കറിയാം. ശക്തി കേന്ദ്ര എന്ന ഇവരുടെ ഒരു BJP പ്രവർത്തകരുടെ ഒരു പരിപാടി ഒരു കേഡർ സ്വഭാവമായിരുന്നു ആ പരിപാടിക്ക് എന്നുള്ളതാണ്. അതായത് കൃത്യമായി അന്ന് അവിടെ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ള പ്രതിനിധികളെ നമ്മൾ കണ്ടു. ഏറ്റവും താഴെ തട്ടിലുള്ള ചെറിയ ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ള ബ്ലോക്ക് ലെവൽ കമ്മിറ്റികളുടെ പ്രതിനിധികളാണ് അവിടെ എത്തിയതെന്നുള്ളതാണ്. അവരെ അഭിസംബോധന ചെയ്യാനായി അന്ന് എത്തിയത് നരേന്ദ്രമോദിയാണ്. അതായത് BJPയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. ഏറ്റവും വലിയ അവരുടെ ഒരു BJP പ്രവർത്തകരുടെ ആവേശവും ഐക്കണുമാണ്. പക്ഷേ ആ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി ഇത്രയും ഒരു ചെറിയ ബ്ലോക്ക് ലെവൽ കമ്മിറ്റിയുടെ പ്രതിനിധികളുമായി അഭിസംബോധന ചെയ്യുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ തിരഞ്ഞെടുപ്പ് അവർ വിജയം എന്നുള്ളത് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കുക ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് പരമ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് വ്യക്തമാക്കിയത് നരേന്ദ്രമോദിയാണ്. അത് പ്രവർത്തകരോട് നേരിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. അത് മറൈൻ ഡ്രൈവിൽ ഉണ്ടാക്കിയ ആ ഒരു മീറ്റിംഗിൽ ഒരു വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായ ഒരു അച്ചടക്കത്തോടെ താഴെ തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തകരോട് അന്ന് വന്നവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു
കണക്ക് ഓരോ ബൂത്തുകളിലും എത്ര വോട്ടുകൾ വീതമുണ്ടെന്നുള്ള ആ ഒരു മൈനോറിറ്റി ലെവലിലെ കണക്കുകൾ വരെ തയ്യാറാക്കിയിട്ടാണ് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അത് നമ്മൾ CPM-ലൊക്കെ കണ്ടിട്ടുള്ള ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു രീതി എന്നാണ്. പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഈ സംഘടനാ രംഗത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ പലരും പറയുന്ന ഒരു വർത്തമാനം എന്ന് പറയുന്നത് CPM-നുണ്ടായിരുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ ഒരു ചലനാത്മകതയുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും. അതേ രീതി തന്നെ BJP-യും അവലംബിച്ചുകൊണ്ടാണ് അവരുടെ ഈ മെഷീനറി ചലിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ പല ഘട്ടങ്ങളിലും അത് കാണുന്നുണ്ട് അല്ലേ? അതെ, നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരെ കണ്ടോ, അവർ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ സ്ഥലത്തുനിന്നും വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ CPM വിട്ട് വന്ന് നമ്മൾ തൊട്ടപ്പുറത്ത് ജ്യോതിസ് നിൽക്കുന്നുണ്ട്. തണ്ണീർമുക്കം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വർഷങ്ങളായി CPM-ന്റെ പ്രതിനിധിയായി ജ്യോതിസ് ഉണ്ട്. ജ്യോതിസിനെ വേണം നമുക്കൊന്ന് കാണാം. CPM വിട്ട് CPM-ന്റെ പ്രതിനിധിയായി തണ്ണീർമുക്കം പഞ്ചായത്ത് ഭരിച്ചിരുന്ന ജ്യോതിസ് പിന്നീട് NDA BDJS-ലേക്ക് പോവുകയും NDA-യുടെ പ്രതിനിധിയായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ തോതിൽ ആളുകൾ മറിയുന്നതിന് മുമ്പ് തന്നെ മറിഞ്ഞ ഒരാളാണ് ജ്യോതിസ്. നമുക്ക് ജ്യോതിസിനോട് തന്നെ ചോദിക്കാം. ഇദ്ദേഹമാണ് ജ്യോതിസ്. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. CPM-ന്റെ പ്രതിനിധിയായി CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി വർഷങ്ങളോളം ഇരുന്ന ആളാണ്. ഇപ്പൊ BDJS-ലാണല്ലേ? ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങൾ എന്തായിരുന്നു? ഇന്ന് പാർട്ടിയുടെ നയം ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി. പഴയ പാർട്ടിയല്ല, ഞങ്ങളൊക്കെ വന്നപ്പോൾ 30 വർഷം മുമ്പ് വന്ന പാർട്ടിയല്ല ഇപ്പോൾ ഉള്ളത്. ആ പാർട്ടി നേതൃത്വമൊക്കെ പോയി. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ആ നിലവിലുണ്ടാകുന്ന സംവിധാനം എല്ലാം തന്നെ മാറ്റപ്പെട്ടു. CPM-ൽ പ്രവർത്തിച്ച ഒരാളാണ്. നമുക്കറിയാം CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം അറിയാം. തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഒരു മൈനോറിറ്റി ലെവൽ പോൽ ബൂത്ത് ലെവൽ കണക്കുകൾ വരെ വളരെ കൃത്യമാണ് അല്ലെ, ഒരു കേഡർ സ്വഭാവത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മറൈൻ ഡ്രൈവിലെ നിങ്ങളുടെ പരിപാടി കണ്ടിരുന്നു. ആ ശക്തികേന്ദ്ര പരിപാടിയിൽ സമാനമായ രീതിയിൽ വന്നവരെല്ലാവരും കണക്കുകളും അങ്ങനെ കൃത്യമായ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് BJP പോകുന്നുണ്ടോ? BJP ശരിക്കും CPM-ന്റെ രീതിയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും CPM-ലുണ്ടായിരുന്നവർ BJP-ലേക്ക് വന്നു കഴിഞ്ഞു, NDA-ലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ എന്താണോ CPM അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത്ര നടക്കുന്നത്. ശക്തികേന്ദ്ര മീറ്റിംഗിൽ ഞങ്ങൾ BDJS-ന്റെ ഭാഗമായിട്ടാണ്. BDJS-ന്റെ ഒരു മാവേലിക്കര അടക്കമുള്ള ഇടങ്ങൾ മത്സരിക്കുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി നിങ്ങളുടെ പ്രധാനപ്പെട്ട തുഷാർ തന്നെ ആയിരിക്കുമെന്നാണ് ഏറെക്കുറെ സൂചന. കോട്ടയത്ത് എങ്ങനെ പോകുന്നു BDJS-ന്റെ ഒരു സംഘടന? BDJS-ന്റെ പ്രതിനിധികളൊക്കെ എങ്ങനെയാണ് ഈ യോഗത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? NDA ഭാഗമായിട്ട് തന്നെയാണ് BDS നിൽക്കുന്നത്. BDS-ന്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ട് തൊട്ട് തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. എത്ര ആളുകൾ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്? എത്രയാണ് BDJS-ന്റെ പ്രവർത്തകർ NDA മീറ്റിംഗിൽ? ഞങ്ങൾ മാവേലിക്കര ആലപ്പുഴ മണ്ഡലത്തിന് ചുമതലക്കാരാണ്. ഞങ്ങൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര ആളുകൾ, അതായത് ഒരു കൃത്യമായ ഒരു നിർബന്ധമുണ്ടായിരുന്നു ഇത്ര ആളുകൾ പങ്കെടുക്കണമെന്ന്? എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ കൊണ്ടുവന്നത്? എന്തായിരുന്നു അതിനുള്ള ഒരു മാനദണ്ഡം കണക്കാക്കിയത്? ആളുകൾ പൊതുവെ നരേന്ദ്രമോദിജിയെ കാണണം എന്നുള്ളതും അദ്ദേഹത്തെ നേരിൽ കണ്ട് ഈ അദ്ദേഹവുമായുള്ള സംവാദത്തിൽ ഏർപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന ആളാണ് ബഹുഭൂരിപക്ഷം പേരും. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം NDA-യുടെ ഭാഗമാണ്. BDJS-ന്റെ പ്രതിനിധിയായി CPM-ൽ നിന്നും വർഷങ്ങളായി CPM-ൽ നിന്നിട്ട് പിന്നീട് CPM വിട്ട് BDJS-ലേക്ക് പോവുകയും NDA-യുടെ ഭാഗമാവുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. എത്രമാത്രം ആവേശമാണ് നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രവർത്തകർക്കുള്ളത്? ഞങ്ങളുടെ ഈ പ്രവർത്തകരുടെ ആവേശം പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രത്തോളമാണ് ആവേശഭരിതരായി നിൽക്കുന്നത്. കാരണം നരേന്ദ്രമോദി ഈ പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ കൃത്യമായ രീതിയിൽ വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. കാരണം ഇത് സാധാരണപ്പെട്ട ജനങ്ങളുടെ മനസ്സാണ് ഞങ്ങൾക്കിവിടെ പങ്കുവെക്കാനുള്ളത്. കാരണം മൂന്നാമതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭാരതത്തിന്റെ അധികാരത്തിലേക്ക് വരുമെന്നുള്ളത് ഈ ഇവിടുത്തെ 140 കോടി ജനങ്ങളും വിശ്വസിച്ചിരിക്കുകയാണ്. ആ വിശ്വാസത്തിന് കൃത്യമായ രീതിയിലുള്ള കാരണങ്ങളും അതേപോലെ വസ്തുതകളും ഞങ്ങൾക്ക് ഇവിടെ മുൻപിൽ അവതരിപ്പിക്കാനുണ്ട്. ഇവിടെ മാറ്റം, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ മാറ്റം പ്രതീക്ഷിക്കുകയാണ്. രണ്ട് മുന്നണികളുടെയും തലതിരിഞ്ഞ സമീപനം ഈ കേരളത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ വെറും മോശപ്പെട്ട ഒരു സംസ്ഥാനമായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നിന്നും മാറ്റമുണ്ടാവണമെന്ന് മുഴുവൻ ആൾക്കാരും വിശ്വസിക്കുന്നു, താല്പര്യപ്പെടുന്നു. അതിനനുസൃതമായ രീതിയിൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും BJP-യെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കുവാൻ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കുകയാണ്. അവരതിനുള്ള ദിവസം കാത്തിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ളതാണ്. അതായത് മോദി നേരിട്ടെത്തി ഉറപ്പ് നൽകുന്നു. പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ നേരിട്ടെത്തി ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പ് ആദ്യം ലഭിക്കാൻ പോകുന്നത് പത്തനംതിട്ടക്കാർക്കാണ്. തീർച്ചയായും
പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകിച്ച് അനിൽ ആന്റണി ഇവിടെ മത്സരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നതും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പ്രാവശ്യം തീർച്ചയായും പത്തനംതിട്ട ഞങ്ങൾ നേടും എന്നാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തി ഒരു ആദ്യ പ്രചരണ പരിപാടികൾക്ക് കേരളത്തിൽ തന്നെ തുടക്കം കുറിക്കുന്നത് ഇവിടെയാണ്. സ്വാഭാവികമായും ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ പ്രവർത്തകരിലേറുമല്ലേ? തീർച്ചയായിട്ടും ചെറുതാണ്. വളരെയേറെ ആവേശം ഞങ്ങൾ പ്രവർത്തകരിൽ എല്ലാവരും ഉണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ ആൾക്കാരെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും 20 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം. എല്ലാവരും പത്തനംതിട്ടക്കാരാണോ? എല്ലാവരും മോദിജിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മോദിജി 2014 മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ഓരോന്ന് ചെയ്തു തീർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ പൂർണ്ണ തൃപ്തരും വിശ്വാസവും. അത്തരം ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോകുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണോ ബി ജെ പി പ്രവർത്തകർ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതാണ് നമുക്ക് തൃശ്ശൂരിൽ ഒക്കെ പ്രധാനമന്ത്രിയുടെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ BJP NDA പ്രയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവര് മറ്റ് രാഷ്ട്രീയത്തിന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിനപ്പുറം വികസനം കൂടി കൊണ്ടുവന്നിട്ട് അതിന് ശേഷം ആളുകളിലേക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞിടപെടുന്നു എന്നല്ലേ രഞ്ജിത്ത്? അതാണ് കേരളത്തിൽ അവർ പ്രയോഗിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ NDA അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിൽ ഈ പൗരത്വ നിയമ ഭേദഗതി പോലും ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഒക്കെ പാലിച്ചു. ആ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തോടെ 3ാം തവണ ജനങ്ങളെ സമീപിക്കുമ്പോൾ ഇനിയും മോദി പറയുന്ന കാര്യങ്ങളിൽ, സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഉറപ്പുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇത്രയധികം പ്രവർത്തകരെ ഇവിടെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 1 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം മാവേലിക്കരയും ഈ പത്തനംതിട്ടയും അടങ്ങുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രതിനിധികളാണ്, അതുമായി ബന്ധപ്പെട്ട ജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഏതായാലും നമുക്കിനിയും കാത്തിരിക്കാം. ഇനിയും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും. കാരണം 1.5 മണിയെങ്കിലും ആകും പ്രധാനമന്ത്രി ഈ എന്റെ തൊട്ടുപുറയിൽ കാണുന്ന ഈ KK നായർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരാൻ. അവിടെ നിന്നാണ് അദ്ദേഹം ഈ തൊട്ടടുത്ത് കാണുന്ന 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവിടെ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരിക എന്നതും നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും നേതാക്കളും പ്രവർത്തകരും ഒക്കെ ധാരാളമായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, പത്തനംതിട്ടയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി NDA ക്യാമ്പുകൾ സജീവമാവുകയാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും ചൂടുപിടിക്കുകയാണ്. ഈ വാർത്ത, പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത, വരും ബുള്ളറ്റിനുകളിലും ഞങ്ങൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട യാത്ര എന്നത് ഭാരത് ജോഡോ ന്യായ് യാത്രയാണ്. ആ യാത്ര അവസാന ഘട്ടത്തിൽ എത്തുകയാണ്. ചൊവ്വാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ ഈ യാത്ര പ്രവേശിച്ചത്. ഈ യാത്രയാണ് മറ്റന്നാൾ സമാപിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കോൺഗ്രസിനും ഔദ്യോഗികമായി ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ വേഗത്തിലാണ് ഈ യാത്ര അവസാനിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. MG മിഥുൻ ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്, അതിനിടയിൽ ഇങ്ങനെയൊരു യാത്ര ആവശ്യമില്ല എന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയും വലിയ വിജയം എന്നാണല്ലോ പൊതുവെ വിലയിരുത്തുന്നത്. അഭിലാഷ്, ജനുവരി 14 മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. മുൻ യാത്ര, അതായത് ഭാരത് ജോഡോ യാത്രയെ അപേക്ഷിച്ച് അന്ന് പദയാത്രയായിരുന്നുവെങ്കിൽ ഇതൊരു വാഹനത്തിൽ പ്രചരണ യാത്ര, അതായത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെയായിരുന്നു ഇത്തരത്തിൽ പദയാത്ര മാറ്റി വാഹനത്തിൽ പര്യടനം നടത്താൻ രാഹുൽ ഗാന്ധിയും സംഘവും തീരുമാനിക്കുകയും ചെയ്യുന്നത്. പിന്നീട് യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കടന്നു പോവുകയും ചെയ്തു. UP അടക്കമുള്ള സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. അതിൽ അസമിലായിരുന്നു വലിയ രീതിയിൽ ഈ യാത്ര സംഘർഷഭരിതമാവുകയും ചെയ്ത് വലിയ രീതിയിൽ യാത്രയ്ക്ക് നേരെ ഈ സംഘർഷമുണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ തന്നെ അവിടെ വെച്ച് പലയിടങ്ങളിലും യാത്രക്ക് ഈ അനുമതി നിഷേധിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. മുഖ്യമന്ത്രി അവിടെ നേരിട്ട്, ഹിമന്ത ബിശ്വ ശർമ്മ നേരിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരുന്നത് കണ്ടു. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും കോടതി സമീപിക്കുകയും ചെയ്തൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് പിന്നീട് യാത്ര ഈ മാസം 20 വരെ, അതായത് മാർച്ച് 20 വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ UPയിലെ പശ്ചിമ മേഖലയിൽ ചില ഭാഗങ്ങളിൽ യാത്ര ഒഴിവാക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് 5 ദിവസം മുൻപ് യാത്ര ഇപ്പോൾ അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യഘട്ട യാത്രയിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് കിട്ടിയ അത്ര ഒരു പ്രീതി ഈ ഒരു യാത്രയ്ക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും നേതൃത്വത്തിലുണ്ട്. എന്തായാലും ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കുക, ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനം കൂടി കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ട ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റന്നാൾ മുംബൈയിലെ ശിവാജി പാർക്കിലാണ് സമാപന സമ്മേളനം അണിനിരക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട എല്ലാ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പങ്കെടുക്കുമെന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള മമതാ ബാനർജി, നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ സന്ദർശനം തുടരവേ പശ്ചിമ ബംഗാളിൽ യാത്രയിൽ പങ്കെടുക്കാതിരുന്ന് നമ്മൾ കണ്ടു. മമതയുടെ അസാന്നിധ്യം നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ നിരവധി സംഘർഷങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉൾപ്പെട്ടതായിരുന്നു ഈ ഒരു യാത്ര എന്നുള്ളത് തന്നെയാണ്. മുംബൈയിൽ വെച്ചാണ് അദ്ദേഹം മഹിളാ ന്യായ് പദ്ധതി അടക്കം പ്രഖ്യാപനം നടത്തുന്നത്. അതായത് വനിതകൾക്ക് 50% സർക്കാർ ജോലി ഉറപ്പുവരുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ പദ്ധതികളൊക്കെ UPA അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. എന്തായാലും മറ്റന്നാൾ നടക്കുന്നത് ഒരു ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ശക്തി പ്രകടനം കൂടിയായി ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തന്നെ ഈ ഒരു യാത്രയുടെ സമാപന വേദിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നേതൃത്വം കരുതുകയും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് ഭാരത് ജോഡോ യാത്ര അവസാനിക്കുന്നത്. മിഥുൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് ആദ്യ യാത്രയ്ക്ക് ലഭിച്ച അത്രയും വലിയ സ്വീകാര്യത ഈ യാത്രയ്ക്ക് ലഭിച്ചില്ല എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് പാർട്ടിക്ക് എന്നുള്ളതാണ്. യാത്ര തുടരുന്നതിനിടെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ പാർട്ടി വിട്ടുപോയത്, അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നേതാക്കൾ ജാതിയുടെ ഭാഗം ആകാതിരുന്നത് ഒക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും യാത്രയ്ക്ക് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവമുണ്ടായത്. ഇതേ തുടർന്നാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതോടെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 6061 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചത്. ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് BJPക്ക് തന്നെയാണ്. രണ്ടാമത് തൃണമൂലിനാണ് ലഭിച്ചത്. 1610 കോടി രൂപയാണ് ലഭിച്ചത്. കോൺഗ്രസിന് 1422 കോടി രൂപയും ലഭിച്ചു. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് എന്നതാണ് വിവരം. ഇതുൾപ്പെടെയുള്ള സംഭാവന നൽകിയവരുടെ പട്ടികയിൽ ആദ്യ 5-ൽ ഉൾപ്പെട്ട 3 കമ്പനികളും EDയുടെ ഉൾപ്പെടെ അന്വേഷണം നേരിടുന്നവർ ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതേസമയം സംഭാവന സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളിൽ CPIM-ഉം CPIയും ഇല്ല എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് CPIM അടക്കം ഹർജി നൽകിയിരുന്നു. CPIMോ CPIയോ ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന സ്വീകരിച്ചിട്ടില്ല. കണക്കുകൾ പുറത്തു വരുമ്പോൾ BJPയാണ് ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റിയിട്ടുള്ളത്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണല്ലോ, ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് EDയെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഈ ED അന്വേഷണം നേരിട്ട കമ്പനികൾ വലിയ തോതിൽ ഫണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകി എന്ന് അറിയുന്നത് അത് രാഷ്ട്രീയമായും വരും മണിക്കൂറുകളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടില്ലേ? അഭിലാഷ, ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാൻ SBIക്ക് സുപ്രീം കോടതി നൽകിയിരുന്ന സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഏതായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. അതായത് 12,155 കോടി മൂല്യമുള്ളതാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. ഇതിൽ 6,061 കോടി രൂപ ലഭിച്ചിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്. അതായത് ഏതാണ്ട് 50% ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചിരിക്കുന്നത് BJPക്ക് തന്നെയാണ്. രണ്ടാമതുള്ളത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ്. 1,610 കോടി രൂപ, 12% വരും ആ തുക. കോൺഗ്രസിന് 1,422 കോടി രൂപയാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനയായി ലഭിച്ചിട്ടുള്ളത്. BRSന് 1,215 കോടി, ബിജു ജനതാദളിന് 776 കോടി, DMKക്ക് 639 കോടി, YSR കോൺഗ്രസിന് 337 കോടി, TDPക്ക് 219 കോടി, ശിവസേനയ്ക്ക് 158 കോടി. ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ സംഭാവന നൽകിയ കമ്പനികൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗൗരവം കൂടുതൽ വ്യക്തമാകും. അതായത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ സംഭാവനയായി സാന്റിയാഗോ മാർട്ടിന് നൽകിയിട്ടുള്ളത് 1,318 കോടി രൂപയാണ്. ഈ പട്ടികയിൽ സാന്റിയാഗോ മാർട്ടിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 5 സ്ഥാപനങ്ങൾ, അതായത് സംഭാവന നൽകിയ 5 സ്ഥാപനങ്ങളിൽ 3 സ്ഥാപനങ്ങൾ
ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ 5 സ്ഥാപനങ്ങളിൽ 3 സ്ഥാപനങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുകയാണ്. അത് രണ്ടാമതായി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 966 കോടി രൂപയാണ് ഇവർ സംഭാവന നൽകിയത്. വേദാന്ത ലിമിറ്റഡ് 376 കോടി രൂപയും സംഭാവന നൽകി. ഇതിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ കമ്പനിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ 2019 അവർക്കെതിരെ ED അന്വേഷണം വരുന്നത്. ആ വർഷം തന്നെ ഏതാണ്ട് 250 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 2022 മാത്രം 409 കോടി രൂപയുടെ സ്വത്തുക്കളും കണ്ടുകെട്ടി. അതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് 5 ദിവസത്തിനുള്ളിൽ 100 കോടി രൂപയുടെ ബോണ്ടുകൾ സ്വന്തമാക്കി സാന്റിയാഗോ മാർട്ടിൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിലും സമാനമായ കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ഇൻകം ടാക്സ് അവരുടെ ഓഫീസുകളും മറ്റും റെയ്ഡ് നടത്തുകയും ഒപ്പം ED അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെ ഏതാണ്ട് 50 കോടി രൂപയുടെ ബോണ്ടുകൾ മേഘയും വാങ്ങി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വേദാന്ത ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും സമാനമായ കാര്യം തന്നെയാണുള്ളത്. അവരും ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ ഒക്കെ പരിശോധന ഒപ്പം തന്നെ അന്വേഷണമൊക്കെ നേരിടുന്നുണ്ട്. അവരും ഈ കാലയളവിൽ 376 കോടി രൂപ വാങ്ങി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അഴിമതി നടന്നു എന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് വിധിയിൽ പരിഷ്കരണം വേണം എന്നൊരാവശ്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇപ്പോൾ രേഖകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശം രേഖകളൊന്നും തന്നെയില്ല. അത് മടക്കി വേണം എന്നൊരാവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. കാരണം നിലവിൽ ഏതായാലും ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവരങ്ങൾ പണം കൈമാറി ബോണ്ട് മുഖേന പണം കൈമാറി എന്ന വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. മറിച്ച് ആരൊക്കെ സംഭാവനകൾ സ്വീകരിച്ചു ആരൊക്കെ നൽകി എന്ന വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒളിച്ചു വെക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജിക്കാർ ഒരുപക്ഷെ സുപ്രീം കോടതി സമീപിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ആയിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതും ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ ആണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ സ്വീകരിക്കുകയും പണം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും വലിയ തോതിലുള്ള തട്ടിപ്പിന് അവസരം നൽകുന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിക്കുകയും അങ്ങനെയാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി സ്വരൂപിച്ചത് BJP ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന കമ്പനികളിൽ നിന്ന് അടക്കമാണ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നതാണ്. അതിൽ എടുത്തു പറയാവുന്നത് CPIയും ഇത്തരത്തിൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ ഈ നവകേരള സദസ്സ് പോലെയുള്ള പരിപാടികൾക്ക് വേണ്ടി ഒരു രേഖകളും ഇല്ലാത്ത തരത്തിൽ പണപ്പിരിവൊക്കെ നടത്തുന്നത് വിമർശനങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്യുന്നത്. തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാടുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുകയാണ് എങ്കിൽ അവർക്ക് വലിയ അംഗീകാരവും ജനപിന്തുണയും ഒക്കെ ലഭിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുമ്പോഴാണ് ആരോപണങ്ങളും സംശയങ്ങളും ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന NGO ആണ് ഹർജി നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഇടപെടലുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പാനൽ വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്ന ഹർജിയിൽ NGO ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമന പ്രക്രിയയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നത് സുപ്രീം കോടതി 2023 മാർച്ചിൽ പുറപ്പെടുവിച്ച വിധിയുടെ ലംഘനമാണ് എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ ആണ് BJPയിലേക്ക് പോയത്. അതിൻ്റെ പിന്തുടർച്ച നമ്മൾ കേരളത്തിലും കണ്ടതാണ്. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാലിനെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്ന K. കരുണാകരൻ്റെ മകൾ കോൺഗ്രസിൻ്റെ പാനലിൽ മത്സരിച്ച പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ പോയി. ഇന്നലെ പത്മിനി തോമസിനെ പോലെയുള്ളവരും ഒക്കെ BJPയിൽ ചേർന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കിനെതിരെ സമസ്ത മുഖപത്രമായ സുപ്രഭാതം രംഗത്ത് വന്നിരിക്കുകയാണ്. നെഹ്റുവും ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യ ആശയങ്ങളുടെ പിന്മുറക്കാരാണ് നിർലജ്ജം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നവരിൽ ഏറെയും എന്നത് ആശങ്കാജനകം ആണ് എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ രാജ്യത്തെ പ്രബല കക്ഷിയിൽ നിന്ന് മാത്രം 40 പേരാണ് BJPയിൽ ചേർന്നത്. നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നത് തടയാൻ രൂപീകരിച്ച 5-അംഗ സമിതിയുടെ അധ്യക്ഷനും കഴിഞ്ഞ ദിവസം BJPയിലേക്ക് പോയി. ഇന്നലെ വരെ മതേതരത്വവും സോഷ്യലിസവും
ജനാധിപത്യവും ഒക്കെ വലിയ വായിൽ പറഞ്ഞ ഈ നേതാക്കൾ ഒക്കെ വർഗീയതയുടെയും വംശീയതയുടെയും വൈറസുകൾ ആയിരുന്നോ ഇക്കാലമത്രയും ഉള്ളിൽ വളർത്തിയിരുന്നത്? കുടിച്ച വെള്ളത്തിൽ പോലും അവിശ്വാസം പടർത്തുന്നവർ ആയിരുന്നോ ഇവരെല്ലാം എന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. വാർത്താരംഭം തുടക്കത്തിൽ സൂചിപ്പിച്ച ഒന്നാണ്, പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില നിർണ്ണയിക്കുന്നത് എണ്ണക്കമ്പനികളാണ്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ അവകാശം എണ്ണക്കമ്പനികൾക്ക് നൽകിയത്. പിന്നീട് അന്ന് വലിയ വിമർശനമൊക്കെ ഉന്നയിച്ച NDA അധികാരത്തിൽ വന്നുവെങ്കിലും അത് മാറിയില്ല. ഇപ്പോഴിതാ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചിരിക്കുകയാണ്. രാജ്യത്ത് 2 രൂപയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചത്. ആ പുതുക്കിയ വില ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വിലക്കുറവ് എന്നത് എടുത്തു പറയേണ്ടതാണ്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, എന്തായാലും പെട്രോളിന്റെ വില എപ്പോൾ കുറഞ്ഞാലും അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. നേരിട്ട് അല്ല എങ്കിൽ പോലും അത് പരോക്ഷമായി വിപണിയെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. പക്ഷേ ജനങ്ങളിപ്പോൾ കുറച്ചൊക്കെ ബോധവാന്മാരാണല്ലോ. അവരുടെ ഒരു ചിന്തയും പ്രതികരണവും ഒക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ 2 വർഷമായി ഈ സൂചിക താഴോട്ടൊരിക്കൽ പോലും പോയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെയാണ് ഇത്തരത്തിൽ വില പെട്ടെന്ന് കുറയുന്നത്. എന്താണ് അവരുടെ പ്രതികരണങ്ങൾ? അഭിലാഷ്, പ്രധാനമന്ത്രിക്ക് പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് പ്രകടമാകുന്നതെന്ന് കേന്ദ്രം പറയുമ്പോൾ കൂടിയും ഓർക്കേണ്ടത് 2 വർഷത്തിന് ശേഷമാണ് പെട്രോളിന്റെ വില കുറയുന്നത്. അതും തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ, തീയതിയൊക്കെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ വില കുറയുന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊച്ചിയിലെ വില നോക്കിയാൽ പെട്രോളിന് 105.43 ഡീസലിന് 94.43. അങ്ങനെയാണ് കൊച്ചിയിലെ വില. നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിക്കാം, ചേട്ടാ, പെട്രോളിന്റെ വില കുറച്ചിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പെട്രോളിന്റെ വില കുറയ്ക്കൽ തന്നെയാണോ, അതോ തിരഞ്ഞെടുപ്പ് ഓഫറാണോ? തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മോദിജി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് പെട്രോളിന്റെ വില അദ്ദേഹം കുറയ്ക്കും, 50 രൂപ ആക്കുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 1/2 ലിറ്റർ പെട്രോൾ കിട്ടും 50 രൂപ കൊടുത്ത്. 50 രൂപ കൊടുത്ത് 1/2 ലിറ്റർ പോലും കിട്ടില്ല. അപ്പൊ അത്രയും വ്യത്യാസത്തിൽ വന്നിരിക്കുക. അപ്പൊ എല്ലാം നമ്മളെ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും കണ്ട് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പെട്രോളിന്റെ 2 രൂപ കുറച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു വില കുറയ്ക്കൽ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ ഇതൊന്നും വില പോകില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, പെട്രോളിന്റെ വില കുറച്ചല്ലോ, എന്ത് തോന്നുന്നു? സന്തോഷമായോ? സന്തോഷാണ്. പക്ഷേ അത് അറിയില്ല. അത് പക്ഷെ ഇപ്പൊ ചെയ്യണ മുമ്പ് ചെയ്ത് നല്ലതായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും ഗുണമുണ്ടല്ലോ. 2 രൂപയെങ്കിലും അത്രയും കുറഞ്ഞിരിക്കും അല്ലേ? അതെ. അതെ, അതായത് കുറച്ചുകൂടി മുന്നേ ഇത് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അത് തീർച്ചയായും ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നോടിയായി തന്നെയാണ് ഈ ഒരു വില കുറച്ചതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും. നമുക്ക് കൂടുതൽ ആളുകളോടും കൂടി ചോദിക്കാം. ചേട്ടാ, ഈ പെട്രോളിന്റെ വില കുറച്ചല്ലോ, ഡീസലിന്റെയും, എന്ത് തോന്നുന്നു? കുറച്ചോ? നല്ലതായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചതാണോ, അതങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല, എങ്ങനെയാണെന്നറിയില്ല. കുറച്ച് എന്തായാലും നല്ല കാര്യമായി, സന്തോഷമായി. അങ്ങനെ പലരും ഒക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കാരണം ഇന്നലെ രാത്രിയാണ് പെട്രോളിന്റെ ഡീസലിന്റെ വില കുറഞ്ഞത്. അതുകൊണ്ട് ആളുകളൊക്കെ പലരും പറയുന്നത് ഇത് തന്നെയാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് ഈ പെട്രോളിന്റെ ഡീസലിന്റെയും വില കുറച്ചത്. എന്തായാലും ചെറിയ രീതിയിലെങ്കിലും കേരളത്തിലുള്ളവർക്ക് ഇന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. ഇത് തന്നെ വിപണിയിലും പ്രതിഫലിക്കട്ടെ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം പെട്രോളിന്റെ വില കുറയുമ്പോൾ സ്വാഭാവികമായും മാർക്കറ്റുകളിലെയൊക്കെ സാധനങ്ങളുടെയും വില കുറയും. അപ്പോൾ പൊതുജീവിതം കുറച്ചുകൂടി എളുപ്പമായിട്ട് സാധനങ്ങൾ മേടിക്കാനും കുറച്ചുകൂടിയൊക്കെ നമുക്ക് സേവിങ്സ് ഒക്കെ കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറും. പെട്രോളും ഡീസലും ഒക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ടുള്ള ഒരു ഘടകം കൂടി തന്നെയാണല്ലോ. നമുക്ക് കൂടുതൽ ആളുകളോട് തന്നെ ഇത് ചോദിക്കാം. ചേട്ടാ, പെട്രോളിന്റെ ഡീസലിന്റെ വില കുറച്ചല്ലോ, എന്ത് തോന്നുന്നു? നല്ലതാണോ? അല്ലാണ്ട് എന്താ പറയണ, ഇത്രയും കൂട്ടിയിട്ട് ഇത്രയും കുറച്ചില്ലേ, അത്രേ ഉള്ളൂ. ചേട്ടാ, പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില കുറച്ചല്ലോ, എന്തോ കയ്യിലുള്ള കാശിന് അടിക്കും. എന്താ വില കുറച്ചാലും കുറച്ചില്ലേലും കയ്യിലുള്ള കാശിനെ അടിക്കാൻ പറ്റുള്ളൂ. ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നില്ല. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് കുറയും, അല്ലാണ്ട് കുറയുന്നു തോന്നണില്ല. ഇലക്ഷൻ കഴിയുമ്പോ കൂട്ടുന്നതായിരിക്കും തോന്നണത്. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അതെ അഭിലാഷ്, ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പെട്രോളിന്റെ വില നല്ല രീതിയിൽ കുറയും, പൊതുജനങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പെട്രോൾ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നതായിരുന്നു പ്രഖ്യാപനം. പക്ഷെ അതൊക്കെ മാറി കുത്തനെ കൂടി 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും കുറയുമ്പോൾ അത് തീർച്ചയായും ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമായി തന്നെയാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. ശരി, എന്തായാലും നവമിയും വാഹനത്തിന് പെട്രോൾ അടിച്ചു വെക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഇനിയും കുറയുമോ എന്ന് നമുക്കറിയില്ല. പൊതുവെ ജനങ്ങൾ പറയുന്നത് പോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയൊന്നും കുത്തനെ കുറയ്ക്കാൻ സാധിക്കില്ല. അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ പ്രതികൂലമായി ബാധിക്കും. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്ക് ആനുപാതികമാകുന്ന തരത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവേള. प्रीति 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 വാർത്താരംഭം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കിടക്കുകയാണ്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണവും ജഡ്ജിയുടെ ആത്മഹത്യയും വിവാദമായിരിക്കെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. അജണ്ടയിൽ ഇല്ലെങ്കിലും കലോത്സവം യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. മരിച്ച ജഡ്ജി മത്സര ഇനങ്ങളുടെ ജഡ്ജ് ഷാജിയുടെ സംസ്കാരം ഇന്ന് കണ്ണൂർ പയ്യാമ്പലത്ത് നടക്കും. കോഴ ആരോപണത്തിൽ 2 നൃത്ത അധ്യാപകരുടെ മുൻകൂർ ജാമ്യം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനും ഒപ്പം നവമി ദിനേശും ആണ് ചേരുന്നത്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഇതിൽ ഈ കലോത്സവം ഇനി തുടരുമോ എന്നത് സംബന്ധിച്ചത് അടക്കമുള്ള തീരുമാനങ്ങൾ ഇന്ന് ഉണ്ടാകുമോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. അതായത് ഈ സർവകലാശാല കലോത്സവത്തിലുണ്ടായ അക്രമ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കോഴ ആരോപണം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഒരു വശത്ത്, അതിന് തൊട്ടു പിന്നാലെ നടന്ന ജഡ്ജിന്റെ വിധികർത്താവിന്റെ മാർഗ്ഗകളിയിലെ വിധികർത്താവായിരുന്ന കണ്ണൂർ പയ്യാമ്പലം സ്വദേശി PN ഷാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ഇതിനിടയിലാണ് ഈ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. പക്ഷേ അജണ്ടയിൽ ഇതൊന്നും ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവത്തിന്റെ നിറം മങ്ങുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ച സാഹചര്യം, ഇതൊക്കെ ആ സിൻഡിക്കേറ്റിൽ അജണ്ടയിൽ വിഷയം ചർച്ചയായി തന്നെ വരുമെന്ന് തന്നെയാണ് സൂചന. കലോത്സവം മുമ്പോട്ട് കൊണ്ടുപോകണമോ, സമ്മാനദാനം ഉൾപ്പെടെ നടത്തണമോ എന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതിനിടയിൽ ഈ വിവാദങ്ങളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അഭിലാഷ്. നവമി ദിനേശ് കൂടിയുണ്ട്. നവമി, ഇതിലിപ്പോൾ ഈ ഒരു ജഡ്ജ് മരിച്ച സാഹചര്യം ഉണ്ടാകുന്നു. മറ്റ് 2 പേർ കൂടി ഇതിൽ ആരോപണം നേരിടുന്നവർ ആണല്ലോ. ഇവരുടെ ഹർജി എപ്പോഴേക്ക് പരിഗണനയ്ക്ക് വരും? എന്താണ് വിവരങ്ങൾ? കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണവും അതോടൊപ്പം തന്നെ ജഡ്ജ് ആയിരുന്ന വ്യക്തിയുടെ മരണവും വിവാദമായിരിക്കെയാണ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ഒപ്പം ഈ 2 നൃത്താധ്യാപകരുടെ മുൻകൂർ ജാമ്യം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നവമി, പ്രധാനപ്പെട്ട ഒന്ന് ഇവരുടെ മുൻകൂർ ജാമ്യം പരിഗണനയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണല്ലോ ഒരു ജഡ്ജ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. അഭിലാഷ്, ഈ ഒരു വിധികർത്താവിന്റെ, അതായത് ഈ ഒരു ആത്മഹത്യ വലിയ രീതിയിലാണ് ചർച്ചയായിരിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയുമായി മറ്റ് 2-3 പ്രതികൾ കോടതിയെ സമീപിച്ചത്. അവർ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. തങ്ങൾ അത്തരത്തിൽ ഈ ഒരു കോഴ നൽകുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സമ്മാനം അല്ലെങ്കിൽ 1ാം സ്ഥാനം മേടിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു കോഴ ആരോപണമോ അല്ലെങ്കിൽ സ്വാധീനമോ ഒന്നും ചെലുത്തിയിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. അത് തന്നെയാണ് തങ്ങൾ തുടക്കത്തിൽ പറയുന്നത്. അതോടൊപ്പം ഈ വിദ്യാർത്ഥികളുടെ, അതായത് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ കഴിവിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. കോടതി പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് സർക്കാരിന്റെ നിലപാട്? സർക്കാർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട്. അതിലാണ് 1, 2, 3 പ്രതികളെ അറസ്റ്റ്
അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ഒന്നാം പ്രതിയാണ് ഷാജി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എന്തായിരിക്കും സർക്കാരിന്റെ നിലപാടെന്നാണ് പ്രധാനമായും കോടതി തേടുന്നത്. സർക്കാരിന്റെ നിലപാട് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിനു വേണ്ടി സർവകലാശാലയോടും വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും ഇന്ന് കോടതിയിൽ സർക്കാരും പറയുക, വിശദീകരിക്കുക. എങ്കിൽ പോലും എന്തായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രധാനമായും കോടതിയിൽ അറിയിക്കുന്ന നിലപാട്, അതോടൊപ്പം തന്നെ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഏത് രീതിയിലായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക എന്നതാണ് ഇന്ന് പ്രധാനമായും നോക്കിക്കാണുന്നത്. വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണവും വലിയ തോതിൽ ചർച്ചയായ ഒന്നാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുമ്പും വയനാട് വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും അരങ്ങേറി എന്ന് കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. 2019 ബാച്ചിലെയും 21 ബാച്ചിലെയും വിദ്യാർത്ഥികൾ ക്രൂരമായ കുറ്റവിചാരണയ്ക്ക് ഭാഗമാകേണ്ടി വന്നു. സംഭവത്തിൽ SFI നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ 13 പേർക്കെതിരെ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. അതോടെ ജനജീവിതം ദുസ്സഹമായ പശ്ചാത്തലമാണുള്ളത്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സാക്ഷരതയുള്ള ജനതയാണ് കേരളത്തിലേത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂടുള്ള വാർത്തകൾ ഞങ്ങൾക്ക് അധികമായും നൽകേണ്ടി വരുന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ ഇപ്പോൾ നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അന്തരീക്ഷത്തിലെ കൊടും ചൂടാണ്. കടുത്ത ഉഷ്ണത്തിൽ വെന്തുരുകുകയാണ് പാലക്കാട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ താപം അനുഭവപ്പെടുന്നതും പാലക്കാടാണ്. പ്രത്യേകിച്ച് ഉച്ച സമയത്തും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന അറിയിപ്പോടുകൂടി ഇന്നത്തെ വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. പാലക്കാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 32 ഡിഗ്രി സെൽഷ്യസ് മുതൽ 39.75 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് രേഖപ്പെടുത്തിയിരുന്നത്. ഒരു 11 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു 4 മണി 3:30-4 മണി വരെ ഈ അവസ്ഥ തുടരും. എന്നാലും നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാതെ ആളുകൾക്ക് നിർവാഹമില്ലതാണ്. നമുക്ക് ആളുകളുടെ പ്രതികരണം എന്താണെന്ന് ഇക്കാര്യത്തിൽ നോക്കാം. ചൂടത്ത് പണിയെടുക്കുക പറഞ്ഞാൽ വൈകിട്ട് പണിയെടുക്കാം. പക്ഷെ വൈകിട്ട് പണിയെടുക്കുമ്പോഴേക്കും നമുക്ക് നേരമാവില്ല. അപ്പൊ ഞങ്ങൾ ആ ചൂടും കൊണ്ട് അങ്ങനെ പണി ചെയ്യുന്നേ. അതന്നെ നല്ല ബുദ്ധിമുട്ട് തന്നെ. നല്ല ചൂടാണ്. പണി 12 മണി വരെ ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഫുൾ ടൈം ചെയ്യുന്നു. ചൂട് തന്നെ. രാവിലെ തുടങ്ങും. ഇവിടെ 2 ദിവസമായി കൂടുതലാണ്. പണി പുറത്തേക്ക് എടുക്കാൻ ചെയ്യുന്നത്. വേറെ എന്ത് വഴിയില്ല. വെള്ളം കുടിക്കുന്നത്. എങ്ങനെയുണ്ട് ചൂട്? ചൂട് നല്ല ചൂട്. ഉച്ച കഴിഞ്ഞ് നല്ല ചൂടാണ്. ഭയങ്കര ചൂടാണ്. ഉച്ച വരെ വലിയ കുഴപ്പമില്ല. ഫുൾ ടൈം ഞങ്ങൾ ഫുൾ കാലത്ത് വന്ന വൈകിട്ട് ഒരു 9 മണി വരെ ഉണ്ടാവും. വെയിൽ പറഞ്ഞപ്പോൾ നല്ല ചൂടാണ്. ഉച്ച സമയത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കുമ്പോൾ റോഡിലെ ചൂട്, പിന്നെ വെയിലിൻ്റെ ചൂട് ബുദ്ധിമുട്ട് തന്നെയാണ്. ചൂട് നല്ല ഗംഭീരമായ ചൂട്. പാലക്കാട് സഹിക്കാൻ പറ്റാത്ത ചൂട് ഏറ്റവും കൂടുതൽ കേരളത്തിലെ പാലക്കാടാണല്ലോ കൂടുതൽ. 40-42 രൂപയാണ് ഇന്നൊക്കെ. പാലക്കാട് പൊതുവെ നല്ല ചൂടാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടും കൂടി ആയപ്പോൾ പൊതുവെ നല്ല ബൈക്കിൽ യാത്ര ദുഷ്കരം തന്നെയാണ്. AC ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. പിന്നെ സാധാരണക്കാരായ ആളുകളൊക്കെ പിന്നെ പാലക്കാട്ടുകാർ ശീലിച്ചതുകൊണ്ട് ഇതൊരു പാലക്കാടിൻ്റെ ശീലമായി മാറി പാലക്കാട്ടിലെ ചൂട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടുകാർക്ക് അത്ര ഒരു ഫീൽ വരില്ല.
ഇനിയും ചൂട് കൂടാനുള്ള സാധ്യതയാണല്ലോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ചൂടെങ്ങനെയുണ്ട്? ചൂടന്നെ ഉള്ളു സാർ, ചൂടന്നെ ഉള്ളു പറയാം. ചൂടിപ്പോൾ നല്ല ചൂട്, അതുകൊണ്ട് ഇപ്പോൾ ആദ്യം ആൾക്കാർ ഇളനീര്, ജ്യൂസ്, വെള്ളം ഒക്കെ കുടിക്കാൻ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ചൂടന്നെ, ചൂട് ഓവറാണ്. ചൂട് അതിഗംഭീരമായ ചൂടാണ്, നല്ല ചൂടാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആജാതി വെയിലാണ്. പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചൂട് ഒരു പ്രശ്നമല്ല, കാരണം അവരിതിനോട് സമരസപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ ചൂട് എന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ചെയ്ത ഒരു